നമ്മൾ റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും റോഡ് റേജ് പോലുള്ള സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഡാഷ് ക്യാമറ എന്ന് പറയുന്നത്. കേരളത്തിന് പുറത്തൊക്കെ KL രജിസ്ട്രേഷൻ കാറുകൾ ഓടിച്ച് നടക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം ഒരു ഡാഷ് ക്യാമറയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഒരു ഡാഷ് ക്യാമറ അതിൻ്റെ കറക്റ്റ് പേർപ്പസ് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തേത് ആ ഒരു ഫീൽഡ് ഓഫ് വ്യൂവിൽ വരുന്ന ഏതൊരു കാറിൻ്റെ നമ്പർ പ്ലേറ്റും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റണം. അത് അടുത്താണെങ്കിലും ദൂരെയാണെങ്കിലും. അതുപോലെ ഏതൊരു വ്യക്തി അതിൽ കയറി വന്നാലും ആളുടെ ഫേസ് നമുക്ക് കണ്ടാൽ മനസ്സിലാവണം ഏതൊരു വ്യക്തിയാണ് എന്നുള്ളത്. അടുത്ത കാര്യം, പകലും രാത്രിയും ഒരേപോലെ കറക്റ്റ് ക്ലാരിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റണം. ഈ കാര്യങ്ങളൊന്നും ഫുൾഫിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഡാഷ് ക്യാമറ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഞാൻ ഇത്ര നാളും യൂസ് ചെയ്തിരുന്ന ഡാഷ് ക്യാമറ വളരെ ബേസിക് ആയുള്ള ഡാഷ് ക്യാമറയാണ്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ യാതൊരു ഉപകാരമില്ല. ദൂരെയുള്ള കാറുകളെ നമ്പർ പ്ലേറ്റ് മനസ്സിലാവില്ല. ഒരു വ്യക്തിയുടെ ഫേസ് കിട്ടിക്കഴിഞ്ഞാൽ അത് പിക്സലേറ്റഡ് ആണ്. രാത്രി ഒന്നും തന്നെ കാണാൻ പറ്റില്ല. തൊട്ടടുത്തുള്ള കാര്യങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡാഷ് ക്യാമറ നമ്മൾ ട്രൈ ചെയ്യാമെന്ന് വെച്ചു. എൻ്റെ ഇപ്പോൾ എന്നുള്ളത് 70mm A810 എന്ന് പറയുന്ന അടിപൊളി അഡ്വാൻസ്ഡ് ഡാഷ് ക്യാമറയാണ്. ഇതിൽ സോണി സ്റ്റാർവിസ് 2 ടെക്നോളജിയും വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് നോക്കാം. അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ റിവ്യൂ നോക്കാം. സോ പാക്കേജ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് നെക്സ്റ്റ് ഡിജിട്രോൺ ആണ്. നമുക്ക് ആദ്യം ഈ ഒരു കൊറിയർ പാക്കേജ് ആദ്യം അൺബോക്സ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ 4K HDR ക്യാമറ. 70mm A810 HDR ആണ്. ഇനി നമുക്ക് ആക്ച്വൽ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതിൻ്റെ ബോക്സിൽ ഫസ്റ്റ് തന്നെ എഴുതിയിട്ടുണ്ട് സോണി സ്റ്റാർവിസ് 2 ടെക്നോളജിനെ പറ്റിയിട്ട്. സോ ഈ ഒരു ഡാഷ് ക്യാമറയിൽ യൂസ് ചെയ്യുന്ന ക്യാമറ, അല്ലെങ്കിൽ കുറച്ചും കൂടി ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സെൻസർ സോണിയുടെ സെൻസറാണ്. സോ ഇതുപോലെ ഡാഷ് ക്യാമറയിലൊക്കെ യൂസ് ചെയ്യാനുള്ള സെൻസേഴ്സിൽ സോണി ആഡ് ചെയ്യുന്ന ടെക്നോളജിയാണ് സ്റ്റാർവിസ് 2 എന്ന് പറയുന്നത്. സോ സ്റ്റാർവിസ് 2 വരുന്ന സെൻസേഴ്സിന് കമ്പയർഡ് ടു അതർ സെൻസേഴ്സ് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് ലോ ലൈറ്റ് പെർഫോമൻസ് ആണ്. അതായത് രാത്രി സമയത്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓവറോൾ ക്ലാരിറ്റി കൂടുതലായിരിക്കും. നമ്പർ പ്ലേറ്റ് പോലുള്ള എലിമെൻറ്റ്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഈ ഒരു ടെക്നോളജി. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈ ബീമും കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്ലെയർ കട്ട് ചെയ്യാൻ സഹായിക്കും ഈ ഒരു സ്റ്റാർവിസ് 2 ടെക്നോളജി. അടുത്തത്, ഈ ഒരു സെൻസറിൽ ഓവറോൾ പിക്സലിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ ഒരു വീഡിയോൻ്റെ ക്ലാരിറ്റി അടിപൊളിയായിരിക്കും. ഈ ഒരു മോഡലിൻ്റെ സ്റ്റിക്കർ പ്രൈസ് വരുന്നത് 29,999 ആണ്. പക്ഷേ നിങ്ങൾക്ക് ആമസോണിൽ ബിലോ 20,000 നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല മെയ് ഫസ്റ്റ് വീക്കിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് നല്ല അടിപൊളി ഓഫേഴ്സും ഉണ്ടാവും. സോ നമുക്കിനി ഫൈനലി ഈ ബോക്സ് അങ്ങോട്ട് അൺബോക്സ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് പേപ്പർ വർക്കാണ്. നമുക്ക് പിന്നെ എഴുത്തും വായനൊന്നും പണ്ടേ ശീലമില്ലാത്തതുകൊണ്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൽ നമുക്ക് ക്യാമറയുടെ ഒരു മെയിൻ യൂണിറ്റ് കാണാൻ പറ്റും. ഇതൊരു സ്ക്രീനും കൂടിയാണ്. നമുക്ക് സ്ക്രീൻ യൂസ് ചെയ്യാൻ 4 ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു 4K ക്യാമറ. സോണി സ്റ്റാർവിസ് 2 ടെക്നോളജിയുള്ള ക്യാമറയാണ്. നമുക്ക് ആ ഒരു മെയിൻ ക്യാമറേൻ്റെ യൂണിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ഒരു ഡ്യുവൽ ക്യാമറ യൂണിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റിയറിൽ അറ്റാച്ച് ചെയ്യാനുള്ള ക്യാമറ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ബാക്കി ഇതിൽ വരുന്ന അറ്റാച്ച്മെൻറ്റ്സും കേബിൾസും എല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ബോക്സിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഞാനിപ്പോൾ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം എന്താ, നമ്മുടെ മെയിൻ ക്യാമറ യൂണിറ്റ് ആണ്. അതിൽ വിത്ത് സ്ക്രീനാണ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ് റിയർ ക്യാമറ. ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇതില്ലാതെ നമുക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഇതൊരു പ്രൊപ്രൈറ്ററി അറ്റാച്ച്മെൻ്റ് ആട്ടോ ഇതിന് വരുന്നത്. അതായത് 70mm ക്യാമറ മാത്രമാണ് നമുക്ക് ഈ ഒരു മെയിൻ യൂണിറ്റിൻ്റെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഏത് ബ്രാൻഡിൻ്റെ ക്യാമറ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള കാരണം എന്താ വെച്ചാൽ റിയർ ക്യാമറയുടെ അറ്റാച്ച്മെൻ്റ് ആയിട്ട് വരുന്ന ഈ ഒരു കേബിൾ 25 മീറ്റർ ലെങ്ത്തുള്ള കേബിൾ ആട്ടോ. ഇതിൻ്റെ ഒരു പ്രൊപ്രൈറ്ററി കണക്ഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇത് മെയിൻ ക്യാമറയുടെ പവർ സപ്ലൈ ചെയ്യുന്ന കേബിളാണ്. അതൊരു USB-C യൂണിവേഴ്സൽ കേബിളാണ് നമുക്ക് മനസ്സിലാവും. സോ ഈ കേബിൾ എന്തെങ്കിലും പറ്റിയാൽ തന്നെ നമുക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് ചെയ്യാൻ വലിയ പാടുണ്ടാവില്ല. അടുത്തത് പവർ സപ്ലൈ വേണ്ടി നമ്മുടെ സിഗരറ്റ് ലൈറ്ററിൽ വരുന്ന ഒരു അഡാപ്റ്ററാണ്. ഇതിൽ 2 പോർട്ട് വരുന്നുണ്ട്. സോ ഒരു പോർട്ട് നമ്മുടെ ക്യാമറയ്ക്ക് വേണ്ടി യൂസ് ചെയ്താലും മറ്റേ പോർട്ട് നിങ്ങൾക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അതിൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റി അവിടെ നമുക്ക് മിസ്സാവുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ വിൻഷീൽഡിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പശയൊന്നും വിൻഷീൽഡിൽ പറ്റിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി 2 ക്ലിയർ കാർഡും നമുക്ക് ഈ ബോക്സിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇൻസ്റ്റാളേഷൻ നോക്കാം. ഇൻസ്റ്റാളേഷൻ ഈ പറയുന്ന പോലെ വലിയ സംഭവമായിട്ടൊന്നുമില്ല. കുറേ വയറും കേബിളും ഒക്കെ കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇറ്റ്സ് വെരി സിമ്പിൾ. അത് തന്നെ നമുക്ക് ഇവിടെ കൊടുത്തുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ഫിലിം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫിലിം എന്നാണ് അവർ പറയുന്നത്. ആ ഫിലിം നമുക്ക് കറക്റ്റ് സ്പേസിൽ ആദ്യം വിൻഷീൽഡിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യാണ് വേണ്ടത്. എവിടെയാണെന്ന് കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട്. ഇതിൽ ഒരു സ്ക്രീനും കൂടി വരുന്ന ഒരു ഡാഷ് ക്യാമറ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ക്രീനും കൂടി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക. ഇതിനുശേഷം നമ്മുടെ മൗണ്ടിങ് അഡാപ്റ്റർ നമുക്ക് ബോക്സിൽ തന്നെ കിട്ടുന്നുണ്ട്. ആ അഡാപ്റ്റർ ക്യാമറയിലോട്ട് ഫിറ്റ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ സ്റ്റിക്കി പാർട്ട് റിവീൽ ചെയ്യാൻ വേണ്ടി ആ ഒരു വൈറ്റ് സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫിലിമിൽ ഒട്ടിക്കാം. ഇതിനുശേഷമാണ് ഒരുപക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് വരുന്നത്. നമുക്ക് വയറിംഗ് കറക്റ്റായിട്ട് റൗട്ട് ചെയ്യണം. വയറിംഗ് ഒക്കെ ലൂസായി കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിങ്ങിന് ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ വയറിംഗ് കറക്റ്റായിട്ട് റൂഫ് ലൈനറിൻ്റെ അടിയിൽ കൂടെയും ഡോറിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ റൗട്ട് ചെയ്തിട്ട് നമുക്ക് USB ചാർജിങ് പോയിന്റ് നമ്മുടെ എവിടെയാണ് അങ്ങോട്ട് ഈ ഒരു വയറിന് എത്തിക്കണം.
ഈ ഒരു സെയിം സെറ്റ് ഓഫ് പ്രൊസീജിയർ നമുക്ക് റിയർ ക്യാമറയ്ക്കും ചെയ്യണം. റിയർ ക്യാമറയുടെ പൊസിഷൻ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യണം. ബിക്കോസ് നമ്മൾ ബൂട്ട് തുറന്നിട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ കറക്റ്റ് ഒരു സ്പേസ് നോക്കുക, ക്യാമറ ഫിറ്റ് ചെയ്യുക. ആൻഡ് ഗുഡ് തിങ് ഈസ് ദാറ്റ് ഫ്രണ്ടിലെ ക്യാമറയും ബാക്കിലെ ക്യാമറയും രണ്ടും അഡ്ജസ്റ്റബിൾ ആണ്, റൊട്ടേറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റ് ആംഗിൾ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ബാക്കിലെ ക്യാമറയും കറക്റ്റായിട്ട് റൗട്ട് ചെയ്ത് ചാനൽ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ കേബിൾ നമുക്ക് മെയിൻ യൂണിറ്റിലോട്ട് അറ്റാച്ച് ചെയ്യാം. ഇത് കഴിഞ്ഞാൽ നമ്മളൊരു മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യണം. ഈ ഒരു ഡിവൈസിൽ മിനിമം 32 GB തൊട്ടാണ് സപ്പോർട്ട് ചെയ്യുള്ളൂ. പക്ഷേ 4K വീഡിയോ ആണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മിനിമം ഒരു 128 GB എങ്കിലും ഇട്ടാലാണ് ഇത് കുറച്ച് എഫക്റ്റീവ് ആവുള്ളൂ. ഇനി നമുക്ക് ക്യാമറയ്ക്ക് പവർ കൊടുക്കാം. അതിനായിട്ട് നമ്മുടെ പവർ കേബിളിൻ്റെ മറ്റേ അറ്റം നമ്മുടെ സിഗരറ്റ് ലൈറ്റർ അഡാപ്റ്ററിൽ കണക്ട് ചെയ്യാം. അതിൽ കറക്റ്റ് 70 മൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു റെഡ് അഡാപ്റ്ററാണ്, അതിലോട്ട് കറക്റ്റ് ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് സിഗരറ്റ് ലൈറ്ററിൻ്റെ ഒരു പോർട്ടിലോട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ക്യാമറ പവർ ഓൺ ആവുന്നതാണ്. നമുക്ക് ഈ ഒരു ക്യാമറയിൽ പാർക്കിംഗ് ഗാർഡിയൻ എന്നൊക്കെ പറഞ്ഞുള്ള അഡ്വാൻസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ആ ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഹാർഡ്വെയർ കിറ്റ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ ഒരു കേബിൾ നമ്മൾ വാങ്ങിക്കണം. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഓഫ് ചെയ്ത് വെച്ചാലും ക്യാമറ റെക്കോർഡിങ്ങിലായിരിക്കും. അൺഫോർച്യുനേറ്റ്ലി നമുക്കിപ്പോൾ ആ ഒരു കേബിൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻ്റർഫേസ് നോക്കാം. ഇൻ്റർഫേസ് ആക്ച്വലി വെരി ഈസി. 4 ബട്ടൺസ് വെച്ചിട്ടാണ് നമ്മൾ ക്യാമറ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത്. എല്ലാ ബട്ടൻ്റെയും ഓരോ സമയത്തെയും ആക്ടിവിറ്റി എന്താണെന്നുള്ളത് സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. സോ ആർക്കും ഇത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. 2 ക്യാമറ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് അറ്റത്ത് സ്വിച്ച്, അത് ക്യാമറ ആംഗിൾ സ്വിച്ച് ചെയ്യാനാണ്. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫ്രണ്ട് വ്യൂ ആണോ ബാക്ക് വ്യൂ ആണോ എന്നുള്ളത് ചൂസ് ചെയ്യാനുള്ള ഒരു ബട്ടനാണ് ലെഫ്റ്റ് മോസ്റ്റ് ബട്ടൺ. നമ്മൾ ഒരു സിംഗിൾ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് ബട്ടൺ മൈക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനും വേണ്ടിയുള്ളതാണ്. യെസ്, നിങ്ങൾക്ക് ഇതിൽ വോയിസും റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഡാഷ് ക്യാമറയിലുള്ള ബട്ടൺസ് വെച്ചിട്ട് ആ ക്യാമറ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ 70 മൈൻ്റെ ഒരു ആപ്പ് ഉണ്ട്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫംഗ്ഷൻസ്, ഒരുപാടല്ല, ഓൾ ദി ഫംഗ്ഷൻസ് നിങ്ങൾക്ക് ആപ്പിൽ തന്നെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ആക്ച്വൽ പെർഫോമൻസ് റിവ്യൂലോട്ട് കിടക്കാം. ആ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാനുള്ള ഒരു അഫിലിയേറ്റ് ലിങ്ക് ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ആ അഫിലിയേറ്റ് ലിങ്ക് യൂസ് ചെയ്തിട്ട് തന്നെ വാങ്ങിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്ത് ടെസ്റ്റിംഗ് ഒക്കെ തുടങ്ങിയപ്പോൾ ആദ്യം നോട്ടീസ് ചെയ്തത് ഒരുപാട് ഹീറ്റപ്പ് ആവുന്നുണ്ടായിരുന്നു ഡിവൈസ്. അതിനുള്ള പ്രധാന കാരണം നല്ല വെയിലുള്ള സമയത്താണ് നമ്മൾ ടെസ്റ്റിംഗ് തുടങ്ങിയത്. രണ്ടാമത്തേത് 4K റെക്കോർഡിംഗ് ആണ് അതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തേത് ഇതിൻ്റെ ഡിസ്പ്ലേ ഫുൾ ടൈം ഓൺ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിവൈസ് ഹീറ്റപ്പ് ആവും. ഇതിന് നമ്മൾ സൊല്യൂഷൻ കണ്ടത് ഡിസ്പ്ലേ ഓഫാക്കി ഇടുക എന്നുള്ളതാണ്. ഡിസ്പ്ലേ നമുക്ക് മാനുവലി അതിൽ പവർ ബട്ടൺ വെച്ച് ഓഫ് ചെയ്യാം. സിംഗിൾ ടാപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഓഫ് ആവുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റിംഗ്സിൽ ടൈമർ വെച്ച് ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്യാം. 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ് എന്നുള്ള 2 ടൈമർ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഡിസ്പ്ലേ ഓഫാക്കി ഇട്ടതിന് ശേഷം ഈ ഒരു ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഒരുവിധമൊക്കെ സോൾവ് ആയിട്ടുണ്ടായിരുന്നു. ഇനി ആക്ച്വലി ഒരു ക്യാമറ അല്ലെങ്കിൽ ഒരു സെൻസറിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ വി ആർ വെരി ഇംപ്രസ്ഡ്, ട്രൂലി ഇംപ്രസ്ഡ്. നല്ല 4K അടിപൊളി കളേഴ്സ്, HDR ഒക്കെ ഉള്ള വീഡിയോ ഔട്ട്പുട്ടാണ് നമുക്ക് ആക്ച്വലി കിട്ടുന്നത് ഫ്രണ്ട് ക്യാമറയിൽ നിന്ന്. എല്ലാ ലൈറ്റിംഗ് കണ്ടീഷൻസിലും നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ കാണാം. നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കിയാലും കാറുകളുടെ നമ്പർ പ്ലേറ്റ്സ്, ബൈക്കുകളുടെ നമ്പർ പ്ലേറ്റ്സ്, ഫ്രണ്ടിൽ വരുന്ന ആൾക്കാരുടെ ഫേസ്, ഇതെല്ലാം തന്നെ വളരെ ക്ലിയർ ആയിട്ട് പിക്സലേറ്റഡ് അല്ലാതെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഈവൻ രാത്രിയുള്ള ഫുട്ടേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം തന്നെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഈവൻ ഇഫ് യു ഗെറ്റ് ഇൻ ടു എനി സോർട്ട് ഓഫ് ട്രബിൾ നിങ്ങൾക്കൊരു പ്രൂഫായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് 70 മൈ A810 നിന്ന് കിട്ടുന്നത്. ഇതിൽ വരുന്ന ഒരു സോണി സ്റ്റാർവിസ് 2 ടെക്നോളജിനെ പറ്റി ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫുൾ പെർഫോമൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത്രയും ക്ലിയർ ആയിട്ടുള്ള 4K ഡാഷ് ക്യാമറ വീഡിയോസ് ഞാൻ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തി ഒട്ടുമാവില്ല. റെക്കോർഡിംഗ് ഒക്കെ 4Kയിലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ദൂരമുള്ള കാര്യങ്ങൾ സൂം ഇൻ ചെയ്താലും അല്ലെങ്കിൽ വീഡിയോ ക്രോപ്പ് ചെയ്ത് കയറി കഴിഞ്ഞാലും ആ ഒരു ഡീറ്റെയിൽ മിസ്സാവുന്നില്ല എന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ്. 4K അല്ലാതെ നിങ്ങൾക്ക് വേറെ 2 റെക്കോർഡിംഗ് ഓപ്ഷൻ കൂടിയുണ്ട്. 4Kയിൽ വരുന്ന 25 FPS ആണ് റെക്കോർഡിംഗ് വരുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് 1080p 60 FPS 1080p 25 FPS നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. അതിൽ 1080p 60 FPS നല്ല സ്മൂത്ത് മോഷൻ നിങ്ങൾക്ക് തരും. പക്ഷേ ഈ പറഞ്ഞ പോലെ ക്രോപ്പിൻ ചെയ്ത് ഡീറ്റെയിൽസ് എടുക്കുക എന്നുള്ളത് 1080pയിൽ അത്ര യൂസ്ഫുൾ ആയിരിക്കില്ല. സോ ഐ റെക്കമെൻഡ് 4K റെക്കോർഡിംഗ്. ഇതിൽ റെക്കോർഡ് ചെയ്യുന്ന ഫയൽസ് നിങ്ങൾക്ക് 1 മിനിറ്റിൻ്റെ ഫുട്ടേജുകളായിട്ടോ അല്ലെങ്കിൽ അപ് ടു 3 മിനിറ്റുകളുടെ ഫുട്ടേജ് ആയിട്ടോ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ 3 മിനിറ്റാണ് സെലക്ട് ചെയ്തത്. ബിക്കോസ് ഓരോ മിനിറ്റിനും ഓരോ ഫയൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫയൽ കൂടും. സോ അത് അത്രത്തോളം ഈസി ആയിട്ട് എനിക്ക് തോന്നിയില്ല. സോ 3 മിനിറ്റിൻ്റെ ഫയലാണ് നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ 3 മിനിറ്റിൻ്റെ ഫയലും അറൗണ്ട് 400 to 450 MB ആണ് സൈസ് വരുന്നത്. അതുപോലെ തന്നെ റിയർ ക്യാമറ ഓരോ 3 മിനിറ്റ് റെക്കോർഡ് ചെയ്യുന്നത് അറൗണ്ട് ഒരു 100 MB ആണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മിനിമം ഒരു 128 GB മെമ്മറി കാർഡെങ്കിലും യൂസ് ചെയ്താലേ നമുക്ക് ഒരുപാട് ഡാറ്റ ഇതിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ നിങ്ങൾ ഇത്രയും കണ്ട ഫുട്ടേജ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ആക്ച്വലി അടിപൊളിയാണ്. നമ്മുടെ നാട്ടിലെ റോഡുകൾ നമുക്കറിയാം ഒരുപാട് ഫില്ലേഴ്സും ജോയിൻസും ഒരുപാട് കുഴികളൊക്കെ നടന്ന റോഡാണ്. അങ്ങനത്തെ സ്ഥലങ്ങളിൽ കൂടെ പോകുമ്പോഴും വീഡിയോൻ്റെ സ്റ്റെബിലൈസേഷനിൽ നമുക്ക് യാതൊരു കുഴപ്പം തോന്നിയില്ല എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്.
നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ ഫയലിൽ എന്തൊക്കെ ഇൻഫർമേഷൻ വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അതിൽ ഡേറ്റും ടൈമും എന്തായാലും നമുക്ക് എടുത്തു മാറ്റാൻ കഴിയില്ല, ബിക്കോസ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതല്ലാതെ നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് 70 മൈൻ്റെ ഒരു ലോഗോ, സ്പീഡോമീറ്റർ ആൻഡ് അതുപോലെ തന്നെ GPS കോർഡിനേറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതി. അത് സ്വിച്ച് ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ക്യാമറയുടെ സെറ്റിംഗ്സിൽ അവൈലബിൾ ആണ്. ഞാനിതിൽ ഹാർഡ്വെയർ കിറ്റ് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ കാർ ഓഫ് ചെയ്ത് കീ വരുമ്പോൾ തന്നെ ക്യാമറ കംപ്ലീറ്റ്ലി ഓഫ് ആവും. പക്ഷേ പേടിക്കേണ്ട, തിരിച്ച് നമ്മൾ കീ ഇൻസേർട്ട് ചെയ്ത് ഇഗ്നിഷൻ ഓൺ ആവുന്നതിന് ഒപ്പം തന്നെ ക്യാമറ ഓട്ടോമാറ്റിക്കലി ഓണായി റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഞാനിതിലൊരു ഹാർഡ്വെയർ കിറ്റും കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കാർ ഓഫ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദ മൊമെൻറ്റ് ഇഗ്നിഷൻ ടേൺസ് ഓഫ് ഇതൊരു പാർക്കിംഗ് മോഡിലോട്ട് പോകും. ഈ ഒരു പാർക്കിംഗ് മോഡിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് ഫീച്ചേഴ്സാണ് സ്മാർട്ട് ഗാർഡിയൻ, അതുപോലെ AI മോഷൻ ഡിറ്റക്ഷൻ എന്നിവയൊക്കെ. അതായത് നമ്മൾ കാറില്ലാത്തപ്പോഴും കാർ ഓഫായിരിക്കുമ്പോഴും ക്യാമറ റെക്കോർഡിംഗ് തന്നെ ആയിരിക്കും. ആൻഡ് ആ സമയത്ത് നമ്മുടെ കാറിന് ചുറ്റും ആരെങ്കിലും വന്ന് സംശയാസ്പദമായി വന്ന് നിന്നാലോ അല്ലെങ്കിൽ നമ്മുടെ കാറിന് തൊട്ടാലോ എന്തെങ്കിലും തട്ടലോ മുട്ടലോ വന്നാലോ ഒക്കെ തന്നെ ആ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ക്യാമറ റെക്കോർഡ് ചെയ്ത് വെക്കും. ഈ പാർക്കിംഗ് ഫീച്ചറിൽ വരുന്ന മറ്റൊരു കാര്യമാണ് സ്മാർട്ട് റെക്കോർഡിംഗ്. അതായത് വാഹനം പാർക്ക് ചെയ്ത് കിടക്കുന്ന സമയത്തുള്ള എല്ലാ 15 മിനിറ്റ് ഫുട്ടേജും 1 മിനിറ്റ് ടൈം ലാപ്സ് ആയി കൺവേർട്ട് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറേജ് ലൊക്കേഷൻ ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഫയൽസ് നോക്കുമ്പോൾ നമ്മുടെ സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റും. ഇതല്ലാതെ മറ്റെന്ത് എമർജൻസി സംഭവിച്ചാലും അത് നമ്മുടെ വേറെ സെപ്പറേറ്റ് ഫോൾഡറായിട്ട് സൂക്ഷിക്കും. കൊളിഷൻ ഡിറ്റക്ഷൻ, AI മോഷൻ ഡിറ്റക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേറെ സെപ്പറേറ്റ് ഫോൾഡറിലായിരിക്കും ഉണ്ടാവുന്നത്. അതല്ലാതെയുള്ള ഫയൽസ് എല്ലാം 1 മിനിറ്റ് ടൈം ലാപ്സ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇതൊരു സ്മാർട്ട് ഡാഷ് ക്യാമറയാണെന്ന് പറയാനുള്ള കാരണങ്ങളിൽ ഒന്നാമത്തേത് ഇതിൽ ADAS ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ADAS സെറ്റിംഗ് ഓൺ ആക്കി നമ്മുടെ ക്യാമറ കാലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ADAS ഇല്ലാത്ത വാഹനങ്ങളിൽ പോലും നിങ്ങൾക്ക് ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ്, അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള കൊളീഷൻ വാർണിംഗ് എല്ലാം കിട്ടും. ഇത് നിങ്ങളുടെ വാഹനത്തിന് കൺട്രോൾ ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വെർബൽ വാർണിംഗ്സ് ആയിട്ട് അനൗൺസ്മെന്റ്സ് ആയിരിക്കും ക്യാമറയിൽ നിന്നും ലഭിക്കുന്നത്. മറ്റൊരു സ്മാർട്ട് ഫീച്ചർ വരുന്നത് എമർജൻസി വീഡിയോ ആൻഡ് കൊളീഷൻ ഡിറ്റക്ഷൻ ആണ്. നിങ്ങളൊരു സഡൻ ബ്രേക്ക് ചെയ്തെന്ന് വെക്കുക. സോ ഓൾറെഡി ക്യാമറ റെക്കോർഡിംഗ് ആണല്ലോ. സോ ക്യാമറ ഒരു സെപ്പറേറ്റ് ഫയൽ ക്രോപ്പ് ചെയ്തിട്ട് വേറെ ഫോൾഡറിലാക്കി വെക്കും. അതായത് നിങ്ങൾ എമർജൻസി ബ്രേക്ക് ചെയ്തതിന് ഒരു 10 സെക്കൻഡ് മുന്നേയും അതിന് ശേഷമുള്ള കുറച്ച് ഒരു ടൈം ഫ്രെയിമും നിങ്ങൾക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് പ്രൂഫായിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾ സഡൻ ബ്രേക്ക് ചെയ്യേണ്ടി വന്നത്. ആൻഡ് ആ സഡൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ളത് ഒരു സെപ്പറേറ്റ് ഫയലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് കൊളിഷൻ ഡിറ്റക്ഷനും. എന്തെങ്കിലും നിങ്ങളൊരു ആക്സിഡൻറ്റ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ ആക്സിഡൻറ്റ് പറ്റുന്നതിന് മുന്നേ തൊട്ടുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഫോൾഡറിൽ അവൈലബിൾ ആയിരിക്കും. ഇതിലൊരു പ്രശ്നം ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ കുഴിയിലൊക്കെ ചാടുമ്പോഴും അല്ലെങ്കിൽ ഒരുപാട് വലിയ ഹമ്പൊക്കെ ചാടുമ്പോഴും ഒക്കെ ഇത് ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ആയിട്ട് ഒരു എമർജൻസി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ലൊരു കാര്യം തന്നെയാണ്, ഞാൻ പരാതി ഒന്നും പറയുന്നില്ല. പിന്നെ നമുക്ക് റിയർ ക്യാമറയുടെ കുറച്ച് സാമ്പിൾസ് നോക്കാം. റിയർ ക്യാമറ 1080p ഒരു സ്റ്റാൻഡേർഡ് റെക്കോർഡിംഗ് മാത്രമേ ഉള്ളൂ. നമുക്ക് സെറ്റിംഗ്സിൽ പോയാലും അതിൽ വേറെ അഡീഷണൽ ഓപ്ഷൻസ് ഒന്നുമില്ല അതിൻ്റെ FPS അല്ലെങ്കിൽ അതിൻ്റെ റെസൊല്യൂഷൻ ഒന്നും മാറ്റാൻ. സോ സ്റ്റാൻഡേർഡ് 1080p റെക്കോർഡിംഗ് ആണ്. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമ്മൾ ഫ്രണ്ട് ക്യാമറ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും അടിപൊളിയല്ല, പക്ഷേ എന്നാൽ പോലും ഇതിലും HDR കോണ്ടന്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ കളേഴ്സ്, ഡൈനാമിക് റേഞ്ച് എല്ലാം തന്നെ സൂപ്പറാണ്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ആക്ച്വലി ഇറ്റ്സ് വെരി ഇംപ്രസീവ്. നല്ല ഹാർഡ് വെയറിംഗ് ആയിട്ടുള്ള പാർട്സ് ആണ്. ഒരുപാട് കാലം ഇത് ലാസ്റ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഒരു 810 എന്നുള്ള മോഡൽ ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പോൾ വിറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുന്നുള്ള 500S പറഞ്ഞ മോഡലിൻ്റെ സക്സസറാണ് A810. 500S വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് ഡാഷ് ക്യാമറാസ് ഇൻ ദ വേൾഡ്. ഇപ്പോൾ A810 UK പോലുള്ള ഒരുപാട് രാജ്യങ്ങളിൽ വളരെയധികം സെയിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിനെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് നെക്സ്റ്റ് ഡിജിട്രോൺ എന്ന് പറഞ്ഞുള്ള ബ്രാൻഡാണ്. അവരുടെ പേജ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് സ്മാർട്ട് പ്രൊഡക്ട്സ് അവർ സെല് ചെയ്യുന്നുണ്ട്. സോ സെയിൽസ് ആൻഡ് ആഫ്റ്റർ സെയിൽസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നെക്സ്റ്റ് ഡിജിട്രോണിനെ വിശ്വസിക്കാം. നിങ്ങൾക്ക് 70 A810 ഡാഷ് ക്യാമറ ഇഷ്ടമായെങ്കിൽ അത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു അഫിലിയേറ്റ് ലിങ്കാണ്. നിങ്ങൾ അത് യൂസ് ചെയ്ത് മാത്രം ഈ ക്യാമറ പർച്ചേസ് ചെയ്യുക. ഇതിൻ്റെ പ്രൈസ് കണ്ട് നിങ്ങളാരും ഞെട്ടണ്ട. ഓൾമോസ്റ്റ് 20,000 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ ഇറ്റ്സ് എ വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ്. നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഫുൾ മൂല്യം റിട്ടേൺ ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ഈ ഒരു A810 ഡാഷ് ക്യാമറ. ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ യുവർ കാർ ആൻഡ് യുവർ സേഫ്റ്റി.